ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലോ ഓഫ് അട്രാക്ഷൻ മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ തത്രപ്പാടിലാണ്. ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, കുറേയൊക്കെ നടക്കുന്നില്ല. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള വൈബ്രേഷൻ എന്ന ആ സെഷനിലേക്ക് നമുക്ക് പോകാം. സോ വൈബ്രേഷനെ പറ്റി ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. സോ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ട് എങ്കിൽ ദയവ് ചെയ്ത് മ്യൂട്ട് മാറ്റരുത്. ഇത് യൂട്യൂബിൽ റെക്കോർഡ് പോവും. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം സഹകരിക്കാം. സോ അപ്പോൾ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ലളിതമായിട്ട് അതിനെക്കുറിച്ച് നിർവചിക്കണമെങ്കിൽ നമ്മളുടെ ചിന്തകളും വികാരങ്ങളും സമാനമായിട്ടുള്ള ഊർജത്തെ എന്ത് ചെയ്യുന്നു, ആകർഷിക്കുന്നു. എന്താണ്, ഒന്നുകൂടെ പറയാം, ജസ്റ്റ് വീണ്ടും ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മുടെ ചിന്തകളും വികാരങ്ങളും സമാനമായിട്ടുള്ള ഊർജത്തെ ആകർഷിക്കുന്നു. നമ്മുടെ ചിന്തകളും വികാരങ്ങളും സമാനമായ ഊർജത്തെ ആകർഷിക്കുന്നു. നമ്മൾ ഏത് തരത്തിലുള്ള, എന്റെ സൗണ്ട് ക്ലിയർ ആവുണ്ടോ? താങ്ക് യു. സോ നമ്മൾ ഏത് തരത്തിലുള്ള ചിന്തകളാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്, ഏത് തരത്തിലുള്ള വികാരങ്ങളാണ് നമ്മൾ കൊടുത്തേക്ക് കൊടുക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഊർജം എന്ന് പറയുമ്പോൾ എനർജി അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വസ്തുവിനും അതിൻ്റെതായ ഒരു ഊർജ തരംഗമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ഏത് തരത്തിലുള്ള ഊർജമാണോ അതിന് റിലേറ്റഡ് ആയിട്ട് അത് രണ്ടും മാച്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളിലേക്ക് ആകർഷിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാന്തത്തിനെ എടുക്കാം. ഒരു കാന്തം എങ്ങനെയാണോ ഇരുമ്പിനെ അട്രാക്ട് ചെയ്യുന്നത്, പക്ഷെ ഒരു കാന്തം ഒരിക്കലും തടി എന്ന വസ്തുവിനെയോ പ്ലാസ്റ്റിക് എന്ന വസ്തുവിനെ അട്രാക്ട് ചെയ്യില്ല. കാന്തം എപ്പോഴും അട്രാക്ട് ചെയ്യുന്നത് കാന്തത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള, കാന്തത്തിന് അനുയോജ്യമായിട്ടുള്ള ഊർജ്ജം ബേസ് ചെയ്ത് എന്താണോ അതായിരിക്കും എന്ത് ചെയ്യുന്നത്, കാന്തം അട്രാക്ട് ചെയ്യുന്നത്. സെയിം തിങ്, നമ്മുടെ ഉള്ളിൽ നിന്നും ഏത് തരത്തിലുള്ള ചിന്തകളും വികാരങ്ങളാണോ പുറത്തേക്ക് കൊടുക്കുന്നത് ആ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചിന്തകളും അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളും ഏത് തരത്തിലാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നതെന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും അതുപോലെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചും നമ്മൾ പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് വരുന്നതും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ആയിരിക്കും, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളും ആയിരിക്കും. ഇനി അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചും നെഗറ്റീവായിട്ടുള്ള ചിന്തകളുമാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഫ്രീക്വൻസി ആണ്, അല്ല ആ തരത്തിലുള്ള എനർജിയാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് എന്ത് ചെയ്യുന്ന അട്രാക്ട് ആവും. ഇതാണ് ബേസിക് ആയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ വൈബ്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ അതിനെ കുറച്ചുകൂടെ മലയാളത്തിൽ ഭംഗിയുടെ ഊർജത്തിന്റെ ഭാഷ എന്ന് നമുക്ക് പറയാം. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഊർജത്തിന്റെ ഭാഷ. അപ്പൊ എന്താണ് വൈബ്രേഷൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാ ഊർജ കാര്യങ്ങളെ വെച്ച് നോക്കണമെങ്കിൽ, പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനെ നമ്മൾ നോക്കുകയാണെങ്കിലും, ഏത് വസ്തു നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അതിൻ്റെതായ ഒരു ഊർജം അല്ലെങ്കിൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ട്, സൂചിപ്പിച്ചു ഓൾറെഡി നേരത്തെ. അപ്പം ഏത് വസ്തുവിനായാലും ആ വസ്തുവിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തുണ്ട്, ഊർജമുണ്ട്. അപ്പം നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ ഏത് തരത്തിലാണോ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ആ തരത്തിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും, നിർമ്മിക്കപ്പെടും. ആ ഫ്രീക്വൻസിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് അട്രാക്ട് ആവുന്നത്. അപ്പം ഏതൊക്കെയാണ് ഉയർന്ന ഫ്രീക്വൻസി ആയിട്ടുള്ള വൈബ്രേഷൻസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഉയർന്ന തലങ്ങളിൽ വൈബ്രേഷൻസ് പുറത്തേക്ക് വിടുന്നത് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഉയർന്ന തലങ്ങളിൽ വൈബ്രേഷൻ നമുക്ക് നിലനിർത്തണമെങ്കിൽ ഏത് തലങ്ങളിലേക്ക് നമ്മൾ നിൽക്കണം എന്നറിയാമോ? പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കീപ് ദ വൈബ്രേഷൻ ഹൈ, കീപ് ദ എനർജി ഹൈ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഏത് തരത്തിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വൈബ്രേഷൻസ് എപ്പോഴും ഹയർ ലെവലിൽ നിൽക്കാൻ പറ്റും? പോസിറ്റീവായിട്ട് എന്നാൽ ഹൈ ലെവൽ. ബട്ട് വാട്ട് വി ഹാവ് ടു ഡു, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട്? ഒന്ന്, ഹാപ്പി. യെസ്, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ദാറ്റ്സ് എ വൺ ഓഫ് ബിഗ്ഗസ്റ്റ് ഉയർന്ന വൈബ്രേഷൻ നൽകുന്ന സാധനം, ഹാപ്പി, സന്തോഷം. രണ്ടാമത്തത് സ്നേഹം, ലവ്, എപ്പോഴും നല്ല ലവിങ് ആയിട്ടിരിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി.
നന്ദിയുള്ളവരായിരുന്നാൽ എപ്പോഴും നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും. അതുപോലെ തന്നെ ആവേശം എന്ന് പറയുമ്പോൾ എന്താണ്? ആവേശം എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാം ആവേശത്തോടു കൂടി നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വൈബ്രേഷൻ ഹയർ ലെവലായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഇത് എപ്പോഴാണോ വൈബ്രേഷൻ, ഫീലിങ്സ്, ഇമോഷൻസ്, ഉയർന്ന ചിന്താഗതികളൊക്കെ, പോസിറ്റീവായിട്ട് ചിന്താഗതികളൊക്കെ നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫ്രീക്വൻസി ലെവൽ ഹയർ ലെവലിലേക്ക് പോകും. ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഗ്രാറ്റിറ്റ്യൂഡ്. ഒരു വസ്തുവിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ വസ്തു നിങ്ങൾക്ക് ലഭിച്ചു, ആ ലഭിച്ച ഒരു കാര്യം നിങ്ങൾ നന്ദി എക്സ്പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉണ്ട്, ആ ഉള്ളതിനാണ് നിങ്ങൾ നന്ദി പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ മൊബൈൽ ഉണ്ട്, ആ മൊബൈൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ക്ലാസ് ഉണ്ട്, ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കയറാൻ പറ്റാത്തതിന് കാരണം എന്താ? ഇന്റർനെറ്റ് ഇല്ല. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? കുറ്റങ്ങൾ പറയും, കുറവുകൾ പറയും, സങ്കടമാവും, പിന്നെ അതുപോലെ തന്നെ ദേഷ്യപ്പെടും. ഇന്നിനി ക്ലാസ്സിൽ കയറാൻ പറ്റില്ല ബിക്കോസ് ഓഫ് നെറ്റ് ഇല്ല. അപ്പം നെറ്റ് ഇല്ല എന്ന് പറയുമ്പം നന്ദി ഇല്ലാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ആ ഒരു സംഭവം എനിക്ക് അനുകൂലമായിട്ട് സംഭവിക്കാതെ വന്നപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീക്വൻസി ലോയിലേക്ക് പോയി. ബട്ട് ഇപ്പം സെഷൻ കൂടാൻ പറ്റുന്നുണ്ട്. സെഷൻ കൂടാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? ഇന്ന് എനിക്ക് ഫോൺ ഉണ്ട്, ഇന്ന് എനിക്ക് ഇന്റർനെറ്റ് ഉണ്ട്. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. അപ്പം ആ ഗ്രേറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നു തമ്പുരാനെ, ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ, എനിക്ക് ഇന്ന് പൂർണ്ണമായി അങ്ങനെയാണ് നന്ദി പറയുന്നത്. എന്തുകൊണ്ടാ? എനിക്ക് ഇന്ന് എന്താണ് ആവശ്യം എനിക്ക് പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ഫ്രീക്വൻസി ഹയറിലേക്ക് പോകും. എഗെയിൻ, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് വളരെ സന്തോഷത്തോടെ, ആനന്ദത്തോടെ ചില്ലടിച്ച് നിൽക്കുന്ന സമയം നിങ്ങൾ ഫ്രീക്വൻസി എപ്പോഴും ഹയറിലായിരിക്കും. ബിക്കോസ് അവിടെ നെഗറ്റീവുകൾ നമ്മൾ പറയുന്നില്ല, എപ്പോഴും തമാശകളും നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മളെ നല്ല നല്ല ഡ്രീംസ്, ഗോൾസ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. സോ ഓൾവേസ് നമ്മുടെ എന്തെയും ഫ്രീക്വൻസി അല്ലെങ്കിൽ വൈബ്രേഷൻ എപ്പോഴും ഹയർ ലെവലായിരിക്കും. ഇനി വൈബ്രേഷൻ ലോവർ ലെവലിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? സോ വൈബ്രേഷൻ ലോവർ ലെവലിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ ഭയം, ദുഃഖം, ദേഷ്യം, നിരാശ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വൈബ്രേഷൻ ഏറ്റവും ലോവർ ലെവലിലേക്ക് പോകുന്നത്. സോ അപ്പൊ ഭയം നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭയം എപ്പോൾ വരും ചോദിച്ചാൽ, ഇപ്പൊ നമ്മളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ മാനിഫെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇന്ന് റിയൽ ആയിട്ടില്ല, ആ റിയൽ ആയിട്ടില്ലാത്തൊരു സംഭവത്തെ ഞാൻ ഇന്ന് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. എനിക്കിന്നിപ്പോൾ കാറില്ല, ഞാനൊരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. സോ അത് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോ ആ കാറ് കിട്ടൂയില്ലേ, ഡൗട്ട് വന്നു കഴിഞ്ഞാൽ, മലയാളം സംശയം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഭയം. അയ്യോ, അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? സോ ഭയം. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലോവർ ഫ്രീക്വൻസിയിലേക്ക് പോയി. സോ ഇപ്പൊ നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ട് എന്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല. ബിക്കോസ് എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭയം ഉള്ളിൽ വരും, അല്ലെങ്കിൽ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഒരു പേടി, അല്ലെങ്കിൽ നടക്കോ ഇല്ലേ എന്ന സംശയം. ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മുടെ ഫ്രീക്വൻസി ഏറ്റവും ലോവറിലേക്ക് നമ്മൾ പോകും. അപ്പൊ അത് നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ? അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതുന്നത്. അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് നമ്മൾ എന്തുകൊണ്ട് എഴുതുന്നു? ആ ഫ്രീക്വൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ഫ്രീക്വൻസി? ഹയർ ലെവൽ ഓഫ് ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ. സോ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ പ്രത്യേകത, എനിക്കിന്ന് കാറില്ല, ബട്ട് ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഗോഡ്, എനിക്ക് കാർ ലഭിച്ചത് നന്ദി. ഇല്ല, ബട്ട് ഓൾറെഡി ഞാൻ അത് എഴുതുകയാണ്. ഓൾറെഡി ഞാൻ എഴുതുമ്പം ഇല്ലാത്തൊരു സംഭവം ഇന്ന് ഉണ്ട് തരത്തിലുള്ള ഫീലിങ്സും ഇമോഷൻസും ഓട്ടോമാറ്റിക്കൽ ബ്രെയിനിലേക്ക് നമ്മൾ അത് പാസ് ചെയ്തുകൊണ്ടിരിക്കുക, റിപ്പീറ്റഡ് അഫോർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം സൂചിപ്പിച്ചു, ലോവർ ഫ്രീക്വൻസിയിലെ ലോവർ വൈബ്രേഷനിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ദുഃഖം, ദേഷ്യം, നിരാശ. അപ്പൊ ഈ 3-4 കാര്യങ്ങൾ, ഈവൻ കുറെ ഉണ്ട്, ഭയം, സംശയം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫ്രീക്വൻസി ഏറ്റവും ലോവറിലേക്ക് പോകും. ദ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് എ ടൈം നിങ്ങൾ കൊടുക്കുന്ന ഫ്രീക്വൻസി ഏതാണോ ആ ഫ്രീക്വൻസി 10 മടങ്ങായിട്ട് എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ, ആംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ നിൽക്കുന്ന നിങ്ങളുടെ എനർജി ലെവല് എത്രയാണോ ആ എനർജി ലെവലിൽ നിന്നും 10 ഇരട്ടിയുടെ എക്സ്പാൻഡ് ചെയ്യും. സോ അതൊരു വലിയൊരു ബാഡ് ആണെന്ന് ചോദിച്ചാൽ ബാഡുമാണ്, ഈവൻ അത് ഗുഡ് ആണെന്ന് ചോദിച്ചാൽ ഗുഡുമാണ്. നിങ്ങൾ സന്തോഷത്തിന്റെ ഫീലിങ്സ് ഫ്രീക്വൻസി ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 10 മടങ്ങായിട്ട് അത് മടങ്ങും. നിങ്ങളിനി നെഗറ്റീവായിട്ടുള്ള നിരാശ, സങ്കടം, ദുഃഖം, കരച്ചിൽ ആ തരത്തിലാണെങ്കിൽ 10 ഇരട്ടിയാണ് ഇത്. സോ രണ്ടും പ്രശ്നക്കാരനാണ്, ബട്ട് രണ്ടും നല്ലതാണ്. അപ്പം ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുക്കുന്ന ഫീലിങ്സ്, ഇമോഷൻസ് എന്താണോ
ആ ഫീലിങ്സ്, ഇമോഷൻസ് 10 മടങ്ങായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. അപ്പോൾ എനിക്ക് വേണ്ട ഫീലിങ്സ്, ഇമോഷൻസ് എന്താണോ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കൽ വൈബ്രേഷൻ നമ്മളെ ഹയർ ലെവലിലേക്ക് നിൽക്കും. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവണമെന്ന് വിശ്വസിക്കുന്നു. കാര്യം ഇപ്പൊ എന്തുകൊണ്ട് എൻ്റെ മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, അതിനൊരു വലിയ ഭാഗം കൊടുക്കുന്നു എന്താ, വൈബ്രേഷൻ. സോ അപ്പൊ എക്സ്പാൻഡേഷൻ നടക്കുന്നു പറഞ്ഞ്. സോ എങ്ങനെ എക്സ്പാൻഡേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം എങ്ങനെയാണ് ആംപ്ലിഫൈ സംഭവിക്കുന്നത്? എങ്ങനെയാന്ന് ചോദിച്ചാൽ സെയിം തിങ്, നിങ്ങള് അറ്റ് എ ടൈം കൊടുക്കുന്ന ആ ഫ്രീക്വൻസി ഏത് തലങ്ങളിലാണോ ആ തലങ്ങളിൽ. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ റേഡിയോ എന്ന് പറയുമ്പോൾ ഒരു റേഡിയോക്ക് ഒരു സ്റ്റേഷൻ ഉണ്ടാവും. ആ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എനിക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ, എൻ്റെ കയ്യിൽ ഒരു റേഡിയോ ഉണ്ടാവും, റേഡിയോ റിസീവർ ഉണ്ടാവും. ആ റിസീവർ ഞാൻ ഓൺ ആക്കുന്നു. ഏത് സ്റ്റേഷനാണ് എനിക്ക് വേണ്ടത്, 94.3 എന്ന സ്റ്റേഷൻ ഞാൻ ട്യൂൺ ചെയ്യുന്നു. ട്യൂൺ ചെയ്യുമ്പോൾ 94.3 എന്ന FM സെലക്ട് ആവും. 94.3 എന്ന FM സ്റ്റേഷനിൽ പുറത്തേക്ക് വിടുന്ന ഇൻഫർമേഷൻ എന്താണോ അത് എനിക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റും. ഫ്രീക്വൻസി മാച്ചസ് ഫ്രീക്വൻസി. 94.3 എന്ന FM നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ 94.3 പകരം 4 5 6 കൊടുത്താലും മാച്ച് ആവില്ല. അപ്പം ഒരു കാറാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാറിന്റെ ഫീലിംഗ് ഫ്രീക്വൻസിയിൽ നിങ്ങൾ എത്താതെ ബസ്സിന്റെ ഫീലിംഗ് ഫ്രീക്വൻസിയിൽ എത്തിയാൽ കാർ കിട്ടില്ല. ബസ് കിട്ടുമെന്ന് ചോദിച്ചാൽ ബസ്സും കിട്ടില്ല. ഇതാണ് പ്രശ്നം. അപ്പം അലൈൻമെന്റ് ശ്രദ്ധിക്കണം. അപ്പൊ അലൈൻമെന്റ് ആരൊക്കെയാ? ബോഡി, മൈൻഡ്, സോൾ അലൈൻമെന്റ് നോക്കുക. ബോഡി ഒരു തലങ്ങളിലേക്ക് പോകുന്നു, മൈൻഡ് മറ്റൊരു തലങ്ങളിലേക്ക് പോകുന്നു, സോൾ മറ്റൊരു തലങ്ങളിൽ. അപ്പൊ പിന്നെ ഇതെങ്ങനെയാ? നമ്മൾ പലപ്പോഴും സിനിമയിലും മറ്റ് കോമഡിയിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളൊരു 4 മുക്ക് ജംഗ്ഷനിലേക്ക് എത്തിയിട്ട് നമ്മൾ ചോദിക്കും, ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി ഏതാ? അപ്പം ഈ ജംഗ്ഷനിൽ 3 പേരുണ്ടാവും. ഒരാൾ വലത്തേക്ക് കാണിക്കും, ഒരാൾ നേരെ കാണിക്കും, ഒരാൾ സൈഡിലേക്ക് കാണിക്കും. നീ ഏത് വഴി പോകാനാ? സെയിം തിങ്. നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ മൈൻഡ് പറയുന്നു ഇങ്ങോട്ട് പോടാ, നിങ്ങളുടെ ബോഡി പറഞ്ഞു അങ്ങോട്ട് പോടാ, നിങ്ങളുടെ സോൾ പറഞ്ഞു ഇങ്ങോട്ട് പോടാ. നിങ്ങൾ എങ്ങോട്ട് പോകും? അപ്പൊ എല്ലാം കണക്റ്റ് ആയിട്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് അതിലേക്ക് ഫോക്കസ്ഡ് ആയാൽ മാത്രമേ നിങ്ങളുടെ ഊർജ്ജം അതിലേക്ക് ഒഴുകത്തുള്ളൂ. നിങ്ങളുടെ ഊർജ്ജം അതിലേക്ക് ഒഴുകിയാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് സംഭവിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെ വൈബ്രേഷൻ പോസിറ്റീവ് വൈബ്രേഷനിലാണോ അതോ നെഗറ്റീവ് വൈബ്രേഷനിലാണോ എന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ വൈബ്രേഷനുകളും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കുറച്ച് സൂചിപ്പിച്ചു. എന്നാലും കുറച്ചും കൂടെ താഴേക്ക് നമുക്ക് ഇറങ്ങാം. സോ നമ്മുടെ വൈബ്രേഷനുകൾ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രധാന ചിന്തകളും വികാരങ്ങളും നമ്മുടെ പ്രധാനപ്പെട്ട വൈബ്രേഷനുകളെ നിർണ്ണയിക്കുന്നു. എന്താണ് നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ ചിന്തകളും വികാരങ്ങളും എന്താണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വൈബ്രേഷനുകൾ നിർമ്മിക്കുന്നു. അപ്പൊ നമ്മുടെ വൈബ്രേഷനുകൾ സൗണ്ട് കുറവാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. അല്ല. സോ അപ്പൊ മേഡം ഒന്ന് സൗണ്ട് കൂട്ടി വെച്ചാൽ കുഴപ്പമായിരിക്കും. അപ്പൊ നമ്മുടെ വൈബ്രേഷനുകൾ അതിനനുസരിച്ച് നമ്മുടെ ആളുകളെ, സാഹചര്യങ്ങളെ, സംഭവങ്ങളെ നമ്മൾ ആകർഷിക്കും. സി കണ്ടോ, ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ വർക്ക് ആവുമെന്ന് ചോദിച്ചാൽ, ഇതൊരു മാജിക് അല്ല. ആക്ച്വലി കുറെ ആൾക്കാർ പറയുന്നു ഇത് മാജിക് ആണ്, ഇത് ഉടായ്പാണ്, തട്ടിപ്പാണെന്നൊക്കെ. സി ഈ അഫർമേഷൻസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പല ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. 333, 555, 777, 369, മാജിക് ചെക്ക്, അത് നമ്മൾ അതുപോലെ തന്നെ വിഷൻ ബോർഡ്, അല്ലെങ്കിൽ മറ്റു പല ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പം എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ആവും ചോദിച്ചാൽ, സി എല്ലാ ടെക്നിക്കുകളും നമ്മൾ യൂസ് ചെയ്യുന്നത് ദ പ്രസന്റ് മൊമെന്റിൽ ഇന്ന സംഭവം കിട്ടിയെന്ന ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പം സൂചിപ്പിച്ചു വൈബ്രേഷൻ എത്രമാത്രം ഈ ബന്ധമുണ്ടെന്ന് ശ്രദ്ധിച്ചേക്കാം. സോ വൈബ്രേഷൻ പുറത്തേക്ക് കൊടുക്കുന്ന വൈബ്രേഷൻ എന്താണ്, അത് കിട്ടി 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 എന്ന ആ ഒരു പൂർണ്ണതയിലാണ് വൈബ്രേഷൻ പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ, അതിനനുസരിച്ചുള്ള വൈബ്രേഷൻസ് ചുറ്റും സെർച്ച് ചെയ്യും. ഇതിനനുകൂലമായിട്ടുള്ള ആൾക്കാരുണ്ടോ, ഇതിനനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടോ, ഇതിനനുകൂലമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ടോ, അത് ഓട്ടോമാറ്റിക്കലി മാച്ച് ആവും. റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. ഇപ്പോ
നിങ്ങൾക്ക് ഒരു കാറ് വാങ്ങണം നിങ്ങൾ ആഗ്രഹിക്കുന്നു വെച്ചോ. ഏത് കാറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ വൈഫും ഹസ്ബൻഡോട് തീരുമാനിച്ചു. പിന്നെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ആ കാറായിരിക്കും, ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു തുടങ്ങും. ഒന്നീ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി, ഇല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് വഴി, ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള. മൂന്നാമത്തെ കാര്യം, ഇതിന് അനുകൂലമായിട്ടുള്ള എന്ത് പറയാനാ, പീപ്പിൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് വരും. എങ്ങനെ ചോദിച്ചാൽ, ഒരു പക്ഷെ നിങ്ങൾ വാഹനം എവിടെയും പാർക്ക് ചെയ്തിട്ട് കടയിൽ എവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ആ സെയിം കമ്പനിയുടെ സെയിം വെഹിക്കിളിനെ കുറിച്ചുള്ള നോട്ടീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. വണ്ടിയിൽ എവിടെ ഹാങ് ചെയ്തിട്ടിട്ട് പോവാം മേ ബി, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ലൈക്ക് നിങ്ങളുടെ കാറിലകത്ത് എവിടെയും ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ആഡായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. എനിത്തിങ്, ഏതെങ്കിലും തരത്തിൽ അത് റിലേറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ സംഭവിക്കും. കണ്ടോ, എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരും, എനിക്ക് അനുകൂലമായ സന്ദർഭങ്ങൾ ക്രിയേറ്റ് ചെയ്യും, എനിക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാർ എന്നിലേക്ക് വരും. എന്തുകൊണ്ട്, എങ്ങനെയാ, പ്ലീസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദിസ് ഇസ് നോട്ട് ദ മാജിക്. ഇത് റിയൽ ആയിട്ടുള്ള സംഭവം. എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഞാൻ ഏത് തരത്തിലുള്ള ഫ്രീക്വൻസിയിലാണോ, ഏത് തരത്തിലുള്ള വൈബ്രേഷൻസ് ആണോ ഞാൻ പുറത്തേക്ക് കൊടുത്തോണ്ടിരുന്നത്, ആ തരത്തിലുള്ള വൈബ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ഇത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഇത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പറയാം. നിങ്ങൾ വളരെ സങ്കടത്തോടെ ദുഃഖത്തോടെ പണം കൊടുക്കാൻ പറ്റാതെ പല ആൾക്കാരിൽ നിന്ന് കടം ചോദിച്ച് ആരും തരുന്നില്ല. എന്താ എൻ്റെ ദൈവമേ, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി, എന്താണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയെ, ഞാൻ എന്തിനാണ് ഒരു മനുഷ്യജന്മം എടുത്തുപോയെ, ഒരു മൃഗമായിട്ടെങ്കിലും ജനിച്ചിരുന്നെങ്കിൽ ആരുടെയെങ്കിലും കാൽക്കീഴിൽ കിടന്നെങ്കിലും തിന്നും കുടിച്ച് ജീവിക്കായിരുന്നു. ഈ തരത്തിലുള്ള ഫീലിങ്സ്, ഇമോഷൻസ് ആണ് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇതിന് ശേഷം സംഭവിക്കുന്നതൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോഴാണ് ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാലപ്പടക്കം പോലെ പ്രശ്നങ്ങൾ ബാക്കി നിന്നുകൊണ്ടിരിക്കും. ഇനി ഒരു നല്ല കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ ഉള്ളിലൊരു വില്ലനുള്ളത് ആരെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ തന്നെയാണ്. ഞാൻ ഇത്രയും ഇന്ന് സന്തോഷിക്കണമെങ്കിൽ നാളെ എന്തായാലും എനിക്കൊരു ദുഃഖം ഉണ്ടാവും. ഞാൻ ഇന്ന് ഇത്രയും ചിരിക്കണ്ടേല് നാളെ എന്തായാലും എനിക്ക് കരയേണ്ട ഒരു സന്ദർഭം ഉണ്ടാവും. പണ്ടുള്ള ആൾക്ക് എന്നോട് പറയുന്നുണ്ട്, അമ്മയും അച്ഛനൊക്കെ പറയുന്നുണ്ട്, കൂടുതൽ ചിരിക്കരുതേ, ഇന്ന് ചിരിച്ച നാളെ നീ കരയുമെന്ന്. എത്രത്തോളം സബ് കോൺഷ്യസ്ലി അത് രജിസ്റ്റേർഡ് ആയി കിടക്കണം നോക്കി. ഇതെല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാ. സി, അപ്പൊ ഇതിന്റെ തുറുപ്പ് ചീട്ട് നമ്മുടെ കയ്യിലാണ്. അതുപോലെ തന്നെ നമ്മളെ നശിപ്പിക്കുന്ന ചീട്ട് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ വൈബ്രേഷനുകൾ ഏത് തരത്തിലാണോ പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്നത്, അതിന് അനുയോജ്യമായിട്ടുള്ള, അതിന് അനുസൃതമായിട്ടുള്ള ആളുകളെ, സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ആക്ച്വലി ഇവിടെയാണ് ആക്ഷന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ട് കുറെ ആൾക്കാർ ആക്ഷൻ എടുക്കണ്ട എന്ന് പറയുന്നത്, കോൺഷ്യസ്ലി എടുക്കണ്ട എന്ന് പറയുന്നത് കാരണം സബ് കോൺഷ്യസ്ലി നമ്മൾ ഓട്ടോമാറ്റിക് ആക്ഷൻ എടുക്കും. എങ്ങനെയാ? ഈ വൈബ്രേഷൻ നമ്മൾ അതിലേക്ക് പുള്ളി. നിങ്ങൾ ഒരിക്കലും കാന്തം അവിടെ അങ്ങോട്ട് കൊണ്ടുപോയല്ല ആകർഷിക്കുന്നത്, അല്ലേ? കാന്തം എന്താ ചെയ്യുന്നത്? കാന്തം ഒരു സ്ഥലത്തുണ്ടായാൽ മതി, അത് ഇതിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. കാന്തം എന്തായാലും നടന്നു പോയി ആകർഷിപ്പിക്കില്ല. ഇനി അത് പോട്ടെ, ഇനി കാന്തം നടക്കണം വെച്ചോ. കാന്തം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചുറ്റളവിൽ അത് എത്രമാത്രം ഫ്രീക്വൻസി എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടോ, ആംപ്ലിഫൈ ചെയ്ത് നിൽക്കുന്നുണ്ടോ, ആ ചുറ്റളവിലുള്ള എല്ലാത്തിനെയും ഈ കാന്തം ആകർഷിക്കും. സി, അപ്പൊ നിങ്ങളുടെ ലൈഫിൽ സങ്കടങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങൾ നടക്കുന്ന സ്ഥലത്ത് എത്രത്തോളം സങ്കടങ്ങളോ ദുഃഖങ്ങളാണ് നിങ്ങൾ വൈബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചുറ്റും, മറ്റുള്ളവരെയും കൂടെ നിങ്ങൾ ആകർഷിച്ചെടുക്കും. ഇനി അതുപോലെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെയാണ് നടക്കുന്നുണ്ടെങ്കിൽ, എത്രത്തോളം വൈബ്രേഷനാണ് നിങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നത്, അത്രത്തോളം വൈബ്രേഷൻസ്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു സർക്കിളിലാണ് നിങ്ങൾ വൈബ്രേഷൻ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്നത്, ആ സർക്കിളിനകത്തുള്ള എല്ലാ സന്തോഷവും നിങ്ങൾ ആകർഷിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കാന്തം എങ്ങനെയാണോ അതിന്റെ ചുറ്റുമുള്ള ഇരുമ്പ് കണങ്ങളെ ആകർഷിക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ ചുറ്റും ഒരു വൈബ്രേഷൻ, ഒരു എന്ത് പറയുന്നത്, ഒരു കാന്തിക വലയമുണ്ട്. ആ കാന്തിക വലയം നിങ്ങൾ ഏത് തരത്തിലുള്ള ഫ്രീക്വൻസി, ഫീലിങ്സ്, ഇമോഷൻസ് ആണ് കൊടുക്കുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ആ ഉയർന്ന വൈബ്രേഷനിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയാണോ അതുപോലെ തന്നെ. അപ്പൊ ഉയർന്ന വൈബ്രേഷനുകൾ നല്ല അനുഭവങ്ങളെയും, താഴ്ന്ന വൈബ്രേഷൻ മോശ അനുഭവങ്ങളെയും കൊണ്ടുവരുന്നു. എങ്ങനെയാ? നല്ല അനുഭവങ്ങൾ എന്ത് ചെയ്യുന്നു?
എങ്ങനെ അട്രാക്ട് ചെയ്യപ്പെടുന്നു? നല്ല തരത്തിലുള്ള ഉയർന്ന തരത്തിലുള്ള വൈബ്രേഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ നല്ല അനുഭവങ്ങൾ നമ്മൾ ആകർഷിക്കും. താഴ്ന്ന വൈബ്രേഷനുകൾ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? താഴ്ന്ന തരത്തിലുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകൊണ്ട് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ വൈബ്രേഷനുകളുടെ സ്വാധീനം എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, വൈബ്രേഷന്റെ സ്വാധീനം എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാധീനം നടക്കുന്നത് ബന്ധങ്ങൾ വഴിയാണ്. എന്താണ് ബന്ധങ്ങൾ? സോ പീപ്പിൾ ടു പീപ്പിൾ, ആൾക്കാർ ടു ആൾക്കാർ, ആൾക്കാരിലൂടെ ആൾക്കാരിലേക്ക്, അങ്ങനെ. അപ്പൊ ബന്ധങ്ങൾ എങ്ങനെയാ? ഉയർന്ന വൈബ്രേഷനുള്ള നല്ല ബന്ധങ്ങളെ ആകർഷിക്കും. താഴ്ന്ന വൈബ്രേഷനുകൾ ഏത് തരത്തിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു. സി, എന്താ പറഞ്ഞ? ഉയർന്ന വൈബ്രേഷനുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ തരത്തിലുള്ള ഉയർന്ന തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അബണ്ടൻസ് രീതിയിലുള്ള സമൃദ്ധിയിലുള്ള റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി താഴ്ന്ന തലങ്ങളിലുള്ള വൈബ്രേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ സംഘർഷങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ, സംഘർഷങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? സോ വൺസ് മോർ, ഉയർന്ന വൈബ്രേഷനുള്ള പീപ്പിളുമായിട്ടാണ് നിങ്ങൾ സൗഹൃദങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ ഉയർന്ന തലങ്ങളിലേക്കായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. താഴ്ന്ന ലെവലിലുള്ള ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ സൗഹൃദം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കും. എപ്പോഴും പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അത് ഇത് ചപ്പ് ചവറ് എല്ലാം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ബന്ധങ്ങൾ അത്രമാത്രം എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നുണ്ട്. ഇനി സമ്പത്തിനെ കുറിച്ച് നോക്കിയാലോ? സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സമൃദ്ധിയെ കുറിച്ചുള്ള ചിന്തകൾ, സാമ്പത്തിക നേട്ടങ്ങൾ, ഇതൊക്കെ അത് അട്രാക്ട് ചെയ്യാനും അത് കൂടുതൽ സമൃദ്ധിയെ കൊണ്ടെത്തിക്കാനും നമ്മൾ സഹായിക്കും. അതായത് ഒരു സാമ്പത്തികമായിട്ടുള്ള ഫീലിങ്സ്, ഇമോഷൻസിലാണ് നമ്മൾ വൈബ്രേഷൻ പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ, നല്ല ചിന്തകൾ കൊടുക്കുമെങ്കിൽ സമ്പത്തിനെ കുറിച്ചുള്ള നേട്ടങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഭയത്തെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കണമെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചിന്തിക്കുക, സമ്പത്തിനെ കുറിച്ചും സമൃദ്ധിയെ കുറിച്ചും ആണോ ഞാൻ കൂടുതൽ വൈബ്രേറ്റ് ചെയ്യേണ്ടത്, അതോ ഭയത്തെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചുമാണ് ഞാൻ കൂടുതൽ വൈബ്രേറ്റ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കാം. ഇത് ആക്ച്വലി ഒരു റിയലൈസേഷനാണ്. ഓക്കെ, വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു, വീണ്ടും വീണ്ടും ഇത് നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, വീണ്ടും വീണ്ടും ഇത് വരുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ യൂണിവേഴ്സൽ സിഗ്നൽ. എന്താ സിഗ്നൽ? ഇനിയും നീ മാറാൻ തയ്യാറായില്ല എങ്കിൽ. അടുത്ത ഘട്ടമാണ് നമ്മൾ ആരോഗ്യം. സോ ആരോഗ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മനോഭാവം നല്ല ആരോഗ്യത്തിന് നയിക്കുന്നു, അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തിലേക്ക് നമ്മളെ സഹായിക്കുന്നു. ഇനി നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. സോ അതെങ്ങനെ ഇപ്പൊ നടക്കുന്നത്? ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യം വർദ്ധിക്കും എന്ന് പറയുന്നു. ഞാൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എൻ്റെ ആരോഗ്യത്തെ ബാധിക്കും, രോഗങ്ങളിലേക്ക് നയിക്കും ചോദിച്ചാൽ, സി, നമ്മളെ എല്ലാവരും കോശങ്ങളും ടിഷ്യൂസും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. സോ കോശങ്ങളും ടിഷ്യൂസിനും എപ്പോഴും പോസിറ്റീവ് ഒരു എനർജി വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അതിന് എന്ത് കുറവായിരിക്കും? ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓക്സിഡേഷൻ കേട്ടിട്ടുണ്ടോ? ഓക്സിഡേഷൻ എന്ന് പറയാ, ഈ ഓക്സിഡേഷൻ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കോശങ്ങൾക്കുണ്ടാകുന്ന എന്താണ്, നമ്മുടെ ആറ്റംസിനകത്ത് ന്യൂട്രോൺസ്, പ്രോട്ടോൺസ്, ഇലക്ട്രോൺ, അത് ഒരു കൃത്യമായിട്ടുള്ള അളവിൽ കാര്യങ്ങളൊക്കെ സംഭവിച്ചില്ലെങ്കിൽ കോശങ്ങൾക്ക്, ആറ്റങ്ങൾക്ക് സ്ഥിരം നിൽപ്പുണ്ടാവില്ല. അത് മറ്റാറ്റങ്ങൾക്ക് വാങ്ങും. അങ്ങനെ കുറെ ഇതുണ്ട്. ആന്റി ഓക്സിഡന്റും ഓക്സിഡേഷൻ കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓക്സിഡേഷൻ കപ്പാസിറ്റി പ്രോപ്പറായിട്ട് ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അതെങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്ക് കോശങ്ങളിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന എങ്ങനെ വെച്ചാൽ ടെൻഷൻ, കൂടുതൽ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ, കൂടുതൽ ദേഷ്യപ്പെട്ടാൽ, ഇതൊക്കെ എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ പ്രോബ്ലം സംഭവിക്കും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്കിന്ന് ഡാമേജ് സംഭവിക്കും, പെട്ടെന്ന് ചുളിവ് വീഴും സ്കിന്നിൽ, പെട്ടെന്ന് ഏജ് ഓവറായ പോലെ നമുക്ക് തോന്നും, ഹെൽത്തി ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ഇല്ലാത്തൊരവസ്ഥയാവും, എപ്പോഴും ഒരു കൂനിയ അവസ്ഥ, ലൈക്ക് കഞ്ഞി കുടിച്ചൊരവസ്ഥയിലേക്ക് പോകും. സോ ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാ? നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച്, നെഗറ്റീവായിട്ട് സംസാരിച്ച്, നെഗറ്റീവായിട്ട് ആൾക്കാരുമായുള്ള സമ്പർക്കം പുലർത്തി നമ്മുടെ വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവിലേക്ക് പോകും. സോ അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്ലക്ഷൻ സംഭവിക്കും, ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ലക്ഷ്യങ്ങൾ, ഗോളുകൾ നമുക്ക് എന്തുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ്, ഇമോഷൻസ്, വൈബ്രേഷൻ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള 4 കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ സൂചിപ്പിക്കുന്നത് അവൻ്റെ കരിയർ അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ്, തൊട്ടു മുമ്പുള്ള ആരോഗ്യം. സോ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു മുന്നേ ഉള്ള സാമ്പത്തികം, പിന്നെ അതിനു മുന്നേ ഉള്ള ബന്ധങ്ങൾ. സോ അപ്പോൾ ഒരു മനുഷ്യന് 4 മെയിൻ പില്ലേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ? ബന്ധം, സമ്പത്ത്, ആരോഗ്യം, അവൻ്റെ കരിയർ അല്ലെങ്കിൽ ബിസിനസ്. സോ ഈ 4 തലങ്ങളിലും അത്രമാത്രം ശക്തമായിട്ട് വൈബ്രേഷൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ 4 തലങ്ങളിൽ ഏതെങ്കിലും ഒരു പില്ലർ പൊട്ടിയാൽ മതി, പിന്നെ ആ കെട്ടിടം നിൽക്കത്തില്ല, 3 പില്ലർ താഴെ വീഴും. അല്ലേ? ഒരു കെട്ടിടത്തെ പിടിച്ചു നിർത്തുന്ന, എത്ര വലിയ കെട്ടിടത്തെയും പിടിച്ചു നിർത്തുന്നത് പില്ലേഴ്സാണ്, അതിന്റെ ബേസ്മെന്റ് പില്ലറാ. അപ്പൊ ആ പില്ലറിലെ ഒരു മനുഷ്യന്റെ 4 പില്ലർ, മെയിൻ പില്ലർ, സമ്പത്ത്, റിലേഷൻഷിപ്പ്, പണം, ആരോഗ്യം, കരിയർ, ഈ 4 പില്ലറിൽ ഏതെങ്കിലും ഒരു പില്ലർ വീണാൽ മതി, ആ കുടുംബം താഴെ വീഴും. 4 പില്ലറും മെയിൻ ആയിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടതാണ്. സോ ഹോപ്പ്ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈബ്രേഷനുകളെ എങ്ങനെ ഉയർത്താൻ നോക്കാം. ഓക്കെ, അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ശരിയാണ്, മനസ്സിലായി. വൈബ്രേഷൻ, ഓക്കെ സാർ മനസ്സിലായി. വൈബ്രേഷൻ ഇങ്ങനെയാണ്, വൈബ്രേഷനിലൂടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന കാര്യങ്ങൾ കിട്ടുമെന്നറിയാം. ഇനി എങ്ങനെ നമുക്ക് ഈ വൈബ്രേഷൻ ഉയർത്താം എന്നൊരു വലിയൊരു കാര്യമാണ്. സോ അപ്പൊ എങ്ങനെ വൈബ്രേഷൻ ഉയർത്താന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പോസിറ്റീവായിട്ട് ചിന്തകൾ. അപ്പൊ എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തകൾ? അഫ്കോഴ്സ് വി ആർ ഓൾ ഹ്യൂമൻസ്, നമ്മളെല്ലാവരും മനുഷ്യരായതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിഞ്ഞ് പോസിറ്റീവ് ചിന്തകളിലേക്ക് മാറാൻ പറ്റണം നമുക്ക്. ഞാൻ പറഞ്ഞു, ഹ്യൂമൻസ് ആണ്, മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ തിരിച്ചറിഞ്ഞ്, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമുക്ക് വരും, അത് ഞാൻ തിരിച്ചറിയുന്നു, തിരിച്ചറിഞ്ഞ ശേഷം അത് പോസിറ്റീവ് ചിന്തകളിലേക്ക് മാറ്റാൻ പറ്റണം. എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ, രാവിലെ നിങ്ങൾ എണീക്കാൻ താമസിച്ചു. നിങ്ങൾ രാവിലെ എണീക്കാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയത്തിന്റെ കാര്യത്തിൽ എല്ലാം താളം തെറ്റി. ആ എണീറ്റ് മുതൽ നിങ്ങൾ നിങ്ങളുടെ വൈഫിനെയും കുറ്റം പറയും, നിങ്ങളുടെ ഹസ്ബൻഡിനെയും നിങ്ങൾ തെറി വിളിക്കും. നിങ്ങൾ കാരണമാണ് സംഭവിച്ചത്, നിങ്ങൾ കാരണം ആ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പ്രശ്നങ്ങളായിരിക്കും. ഇതെല്ലാം നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ നേരത്തെ താമസിച്ച് എണീറ്റ് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെ ദേഷ്യപ്പെടുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസ്, വൈബ്രേഷൻ വ്യത്യാസം സംഭവിക്കുന്നു. അവിടെ സംഭവിക്കുന്ന കാര്യം ഇനി പറയാം. തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ പേഴ്സോ, കാറിന്റെ കീയോ, കണ്ണാടിയോ, തുണിയോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ടോട്ടൽ ഫ്രീക്വൻസി മാച്ചസ് ഫ്രീക്വൻസി. നിങ്ങൾ ഒരിക്കലും ആ കണ്ണാടിയല്ല നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾ ദേഷ്യമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദേഷ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഈ കണ്ണാടി നിങ്ങൾ കാണാതിരിക്കണം. ദാറ്റ്സ് വി കോൾ ഫ്രീക്വൻസി മാച്ചസ് ഫ്രീക്വൻസി, വൈബ്രേഷൻ മാച്ചസ് വൈബ്രേഷൻ. നിങ്ങൾ എല്ലാ ദിവസവും കണ്ണാടി നോക്കുന്നു, കറക്റ്റായിട്ട് കണ്ണാടി കിട്ടുന്നുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും താക്കോല് നോക്കുന്നു, കറക്റ്റായിട്ട് താക്കോല് കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്നാണോ ദേഷ്യപ്പെട്ട് അന്നത്തെ ഡേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, അന്ന് എല്ലാം തലകുത്തനെ സംഭവിക്കുക. അപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം സംഭവിച്ചു, ഫൈൻ. ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് എണീറ്റേ, എനിക്ക് മനസ്സിലായി. സോ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ലേറ്റ് ആയിട്ട് എണീറ്റ് പോയി,
അവിടെ കാര്യങ്ങൾ ചെയ്യുക. അവിടെ ദേഷ്യപ്പെട്ടൊരു കാര്യമുണ്ടോ? അന്ന് ദേഷ്യപ്പെട്ടാൽ അന്നത്തെ ഹോൾ ഡേ നിങ്ങൾ സ്പോയിലാന്ന് തന്നെ പറയാം. ആ ദേഷ്യം എവിടേക്ക് റിഫ്ലക്ട് ചെയ്യും? സി, വൈബ്രേഷൻ എത്രമാത്രം ആംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. ആ സമയത്ത് നിങ്ങൾ നീ എന്നെ വിളിച്ചില്ലല്ലേ, ഇന്ന് ഞാൻ ലേറ്റ് ചെയ്യുന്നല്ലേ എന്ന് നീ ദേഷ്യപ്പെടുമ്പം ആംപ്ലിഫൈ ചെയ്യാണ്. ആംപ്ലിഫിക്കേഷൻ എങ്ങനെ നടക്കുന്നു? വീട്ടിൽ ദേഷ്യം, ആ ദേഷ്യം കൊണ്ട് നേരെ ഓഫീസിൽ വരുന്നു, ഓഫീസിൽ എംപ്ലോയീസിനോട് ദേഷ്യം, എംപ്ലോയീസിന് മാത്രമോ വരുന്ന കസ്റ്റമേഴ്സിനോട് ദേഷ്യം. കണ്ടോ എത്രമാത്രം ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്? NLP ഒരു തിയറി പറയേണ്ടത് ഇതിൽ, സോ ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഈ ഒരു എനർജി കീപ്പ് ചെയ്ത് പോകുമ്പോൾ, വൈബ്രേഷൻ കീപ്പ് ചെയ്ത് പോകുമ്പോൾ, ഈ വൈബ്രേഷൻ ആർക്കൊക്കെ ഇത് എക്സ്പാൻഡേഷൻ നടക്കുന്നുണ്ട്? നിങ്ങളുടെ കൂടെ വന്ന നിങ്ങളുടെ വൈഫിന് എക്സ്പാൻഡ് ആയി. സോ വൈഫും ഹസ്ബൻഡ് വേറെ വേറെ കമ്പനി വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് പോകുന്ന സ്ഥലത്ത് ദേഷ്യം, വൈഫ് പോകുന്ന സ്ഥലത്ത് ദേഷ്യം. ഈ വൈഫ് പോയിട്ട് അവിടെ തൊട്ടടുത്തുള്ള കൊളീഗിനോടൊക്കെ ദേഷ്യപ്പെടും. കൊളീഗിന് ഈ സംഭവം സ്പ്രെഡ് ആവും, ലൈക്ക് വൈറസ് സ്പ്രെഡ് ആവും. ഈ കൊളീഗ് എന്ത് ചെയ്യും? വരുന്ന കസ്റ്റമേഴ്സിനോട് ദേഷ്യപ്പെടും. ആ ദേഷ്യത്തില് കണക്കൊക്കെ തെറ്റും. കണക്ക് തെറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ബോസിൽ നിന്ന് ഷൗട്ടിങ് കിട്ടും. ആ ദേഷ്യത്തിൽ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് നേരെ കുക്ക് ചെയ്യില്ല. കണ്ടോ എത്രമാത്രം എക്സ്പാൻഡേഷൻ നടക്കും നോക്കി. ആ അതായത് നാം സംസാരിച്ചത് എന്താ? പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞു. അപ്പം നെഗറ്റീവ് ചിന്തകൾ വന്നാൽ അത് തിരിച്ചറിഞ്ഞ് പോസിറ്റീവ് ചിന്തയായിട്ട് മാറ്റുക. ആ സ്പോട്ടിൽ എടി ഞാൻ ലേറ്റ് ആയി, ഓക്കെ, നിനക്കറിയാലോ ഞാൻ ലേറ്റ് ആയി, ഓക്കെ ഫൈൻ, നമുക്ക് ഇന്ന് വളരെ വേഗം കാര്യങ്ങളൊക്കെ ചെയ്യണം, സോ എല്ലാം സെറ്റാക്കി പോയി പെട്ടെന്ന് ഓഫീസിൽ പോകണം എന്ന് പറയും. കഴിഞ്ഞു അവിടെ. വളരെ സ്നേഹത്തോടെ ഇറ്റ്സ് ഓക്കെ ചേട്ടാ, ഇന്നലെ ഇതല്ലേ, ലൈക്ക് ഇന്നലെ ലേറ്റ് ആയിട്ടല്ലേ കിടന്ന്, അതുകൊണ്ട് ക്ഷീണത്തിലായിരിക്കും, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, ഒന്നും സംഭവിക്കുന്നൊന്നുമില്ല, ഓക്കെ, ബി കൂൾ, ബി കാം എന്ന് പറയാം. എന്നിട്ട് ആ ഡേ സ്റ്റാർട്ട് ചെയ്യും, മുന്നോട്ട് പോവാ. സോ അവിടെ ലവ് സ്പ്രെഡായി പോസിറ്റീവായിട്ട് ചിന്തകൾ കൊടുത്തു. വളരെ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു. ആ സന്തോഷത്തോടെ തന്നെ ഓഫീസിലെ കാര്യങ്ങൾ സംഭവിക്കുന്നു. വൈഫിന്റെ ഓഫീസിലും വളരെ സൂപ്പറായി നടക്കുന്നു. എല്ലാം ഇതൊരു ചെയിൻ പോലെ സംഭവിക്കും. പിന്നെ അവിടെ നിങ്ങൾ ഹാപ്പിനെസ് ആണ് കൊടുക്കുകയാണെങ്കിൽ ചുറ്റും ഹാപ്പിനെസ് സംഭവിക്കും. നിങ്ങൾ വീട്ടിൽ നിന്ന് ആങ്കർ ആണ് കൊണ്ടുപോകണമെങ്കിൽ ചുറ്റും ആങ്കറിങ് റിലേറ്റഡ് ആയ കാര്യങ്ങളായിരിക്കും സംഭവിക്കണേ. സി, എല്ലാത്തിൻ്റെയും ഉറവിടവും നിങ്ങൾ തന്നെയാണ്. എല്ലാത്തിൻ്റെയും പോസിറ്റീവായിട്ട് ഉറവിടം നിങ്ങൾ തന്നെയാണ്. എല്ലാത്തിൻ്റെയും മോശമായിട്ടുള്ള ഉറവിടം നിങ്ങൾ തന്നെയാണ്. സോ ദേഷ്യപ്പെടുമ്പോൾ ഒന്ന് ബോധത്തോടു കൂടി ചിന്തിക്കുക, എന്തിന് ഞാൻ ദേഷ്യപ്പെടണം? ഇവിടെ ഞാൻ ദേഷ്യപ്പെട്ടാൽ എന്താണ് നേട്ടമാണ്? ഞാൻ ലേറ്റായി, ഐ നോ ദാറ്റ്. ഞാൻ ദേഷ്യപ്പെട്ട എന്താ അവിടെ ഉണ്ടാകുന്നത്? ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്ന് പോസിറ്റീവായിട്ട് ചിന്തകൾ നമ്മൾ കൊണ്ടുവരണം. പോസിറ്റീവായിട്ട് ചിന്തകൾ എങ്ങനെ? നെഗറ്റീവായിട്ട് ചിന്തകൾ വന്നാൽ അത് തിരിച്ചറിയുക, പോസിറ്റീവ് ചിന്തയിലേക്ക് മാറ്റുക. അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യാം? പ്രോപ്പറായിട്ട് അഫർമേഷൻസ് യൂസ് ചെയ്യാം. എങ്ങനെയാ? ഞാൻ സന്തോഷവാനാണ്, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡും ഇവിടെ എക്സ്പ്രസ് ചെയ്യാം. ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയാം. രാവിലെ എണീക്കുക, ലേറ്റായി, എന്നിട്ടും കണ്ടോ ഷിഫ്റ്റിംഗ് സംഭവിക്കണം. എങ്ങനെയാ? രാവിലെ ലേറ്റായി എണീറ്റു, തമ്പുരാനെ, ലേറ്റായി എണീറ്റിങ്ങിനും ജീവനുണ്ടല്ലോ, ഓഫീസിൽ പോകാൻ പറ്റുമല്ലോ, ഭക്ഷണം ഉണ്ടല്ലോ, വീടുണ്ടല്ലോ, ശ്വാസം കിട്ടണ്ടല്ലോ, എനിക്ക് സ്വന്തമായിട്ട് എണീക്കാൻ പറ്റുണ്ടല്ലോ, പല്ലിക്കാൻ പറ്റുണ്ടല്ലോ, ടോയ്ലറ്റിൽ പോകാൻ പറ്റുണ്ടല്ലോ. കണ്ടോ നമ്മുടെ ഷിഫ്റ്റിംഗ് സംഭവിക്കണുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് വന്നപ്പം വൈബ്രേഷൻ പെട്ടെന്ന് തന്നെ ഹൈലേക്ക് കയറി, ബൂസ്റ്റപ്പ് ചെയ്തു. സോ ചിന്തിക്കുക. ഇത് ഞാൻ വെള്ളത്തിൽ വരയ്ക്കുന്ന വര അല്ല എന്ന് വിശ്വസിക്കുന്നു. വെള്ളത്തിൽ വരച്ച വര അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വിശ്വാസം എന്നും രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ വീണ്ടും എങ്ങനെ നമ്മുടെ വൈബ്രേഷനുകൾ ഉയർത്താം? സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഹോബീസ് എന്നാണ് മനസ്സിലാക്കുക. ഹോബീസിൽ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇടപെടുക. അതുപോലെ തന്നെ നമ്മൾ സംഗീതം കേൾക്കുക. എന്ന് പറഞ്ഞാൽ നല്ല ഗുഡായിട്ടുള്ള നല്ല വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയർ ലെവലായിട്ടുള്ള സംഗീതങ്ങൾ കേൾക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് തമാശകൾ കേൾക്കുക. തമാശകൾ വളരെ ബ്യൂട്ടിഫുൾ, ഒരു തരത്തിലും നെഗറ്റീവ് ഇല്ലാത്ത സംഭവമാണ്. ചാർലി ചാപ്ലിന്റെ നല്ല സൂപ്പർ ആയിട്ടുള്ള ടോം ആൻഡ് ജെറി, ഒരു തരത്തിൽ നെഗറ്റീവ്സ് ഇല്ല. അതുപോലെ തന്നെ ഒഗ്ഗി ആൻഡ് കോക്രോച്ച്,
സോ നിങ്ങൾക്കൊക്കെ അയ്യോ എൻ്റെ വയസ്സ് 40, അയ്യോ എൻ്റെ വയസ്സ് 45, അയ്യോ എൻ്റെ വയസ്സ് 25, ഞാൻ ഇപ്പോഴും കാർട്ടൂൺ. പ്ലീസ്, 24 മണിക്കൂറും കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്ന പണി കിട്ടും. അങ്ങനെയല്ല പറയുന്നത്. നമ്മള് നമ്മുടെ വൈബ്രേഷൻ ഉയർത്താൻ വേണ്ടിയിട്ട് കുട്ടികളെ കണ്ടോ, കുട്ടികൾക്ക് ഒരു ടെൻഷനും ഇല്ല. കാർട്ടൂൺ ആകുമ്പോൾ കാർട്ടൂൺ അനുസരിച്ച് കുട്ടികൾ എൻജോയ് ചെയ്യും. സെയിം തിങ്, നമ്മളും കാർട്ടൂൺ കാണരുതെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? വയസ്സായി കഴിഞ്ഞ കാർട്ടൂൺ കാണരുത് ആരെയും പറഞ്ഞിട്ടുണ്ടോ? ഇതാരാ ഉള്ളിലൂടെ തെറ്റിദ്ധാരണ? എങ്ങനത്തെ തെറ്റിദ്ധാരണ? അയ്യോ, ഞാൻ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഫ് കണ്ടാലോ, കളിയാക്കിയാലോ, ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പം അവരാരെയും കളിയാക്കിയാലോ? കളിയാക്കിയാൽ അവർക്ക് എന്താ? കളിയാക്കിയിട്ട് അവർ പോവും. പക്ഷെ ഈ ഫീലിംഗ്, ഇമോഷൻസ്, ഫ്രീക്വൻസി, വൈബ്രേഷൻ ലോവർ ലെവൽ നിന്നാ ഞാനാണ് അനുഭവിക്കാൻ പോകുന്നത്. അതിനെ എപ്പോഴും ഹയർ ലെവലിൽ വെക്കുക. ഹൂഡ് ആരെയും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വൈബ്രേഷൻ ഹയർ ലെവലിൽ നിൽക്കാണ്ട് ഏത് തരത്തിലാണോ, ദയവ് ചെയ്ത് മയക്കുമരുന്ന്, ലഹരി അത് ഉപയോഗിക്കരുത്. അവിടെ നിന്ന് കിട്ടുന്ന വൈബ്രേഷൻ ഹയർ ലെവൽ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന നല്ല. അപ്പൊ കഞ്ചാവ് നാച്ചുറൽ ആയിട്ടുള്ള വൈബ്രേഷൻ. സി പ്ലീസ്. ഓക്കെ, സോ അപ്പൊ കാർട്ടൂൺ, കുറെ കാർട്ടൂണിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇച്ചിരി തിരക്കായാണ്, കുറെ കാർട്ടൂണെ കാണുന്നില്ല. ഒഗ്ഗി ആൻഡ് കോക്രോച്ച് സൂപ്പറാണ് കേട്ടോ. ഒഗ്ഗി ആൻഡ് കോക്രോച്ച്, പോപ്പോയ്, ടോം ആൻഡ് ജെറി, പിന്നെ ചാർലി ചാപ്ലിൻ, പിന്നെ മിസ്റ്റർ ബീൻ. സോ ഇതൊക്കെ കാണണം, സൂപ്പറാണ്. ഗെയിം കളിക്കുക. എന്ത് ഗെയിം? വീഡിയോ ഗെയിംസ് അല്ല. വീഡിയോ ഗെയിംസ് അല്ല കളിക്കേണ്ടത്. പുറത്തിറങ്ങി കളിക്കണം. വീഡിയോ ഗെയിംസിൽ ഞാൻ അത് പ്രൊമോട്ട് ചെയ്യില്ല. വീഡിയോ ഗെയിംസ് ഡിപ്പെൻസ്. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഗെയിംസ് നിങ്ങൾ ഹോബി ആണെങ്കിൽ യൂസ് ചെയ്യാം. ബട്ട് എന്ത് ചെയ്യണം? ബോബി മോളും ബോബനും മോളിയും, ദാറ്റ്സ് ഗുഡ്. അത് നല്ലൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വൈബ്രേഷൻ ഉയർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തമാശകളൊക്കെ അല്ലെങ്കിൽ കാർട്ടൂൺസ് ഒക്കെ കാണാം. അഫ്കോഴ്സ് നമുക്ക് വൈബ്രേഷൻ ഉയർത്താൻ പറ്റുന്ന മറ്റൊരു തലമാണ് ധ്യാനം, മെഡിറ്റേഷൻ. സോ മനസ്സിനെ ശാന്തമാക്കാനും പോസിറ്റീവ് ഊർജ്ജം നിലനിർത്താനും മെഡിറ്റേഷൻ നല്ലപോലെ സഹായിക്കുന്നുണ്ട്. വളരെ സൂപ്പറായിട്ട് മെഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ മെഡിറ്റേഷൻ വളരെ പ്രോപ്പറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാലും നമ്മുടെ ഊർജ്ജ തലങ്ങൾ അല്ലെങ്കിൽ വൈബ്രേഷൻ തലം നമുക്ക് ഉയർത്തുന്ന അവസ്ഥയിൽ നമ്മൾ നിർത്താൻ പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് സൂചിപ്പിച്ചു, പീപ്പിൾ, നല്ല ആളുകളുമായിട്ട് സഹവസിക്കുക, പോസിറ്റീവ് ചിന്തകളുള്ള ആളുകളുമായിട്ട് സമയം ചെലവാക്കുക. എന്താണ്? നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ വേണ്ടിയിട്ട് നല്ല നല്ല ആളുകളുമായിട്ട് സഹവാസം കൂടുക. അതുപോലെ തന്നെ പോസിറ്റീവ് ചിന്തകൾ ഉയർത്താൻ വേണ്ടിയിട്ട് അവരുമായിട്ട് സമയം ചെലവഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ക്ലിയർ ആവുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ജീവിതശൈലി. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ജീവിതശൈലി പറയുന്നത്. നല്ല ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക. സോ ഇതൊക്കെ, നല്ല ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക, ഇതും നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള വൈബ്രേഷൻ ഉയർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗം എന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം വിഷ്വലൈസേഷൻ എന്താണെന്ന്. സോ വിഷ്വലൈസേഷനിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി കിട്ടി എന്ന തരത്തിൽ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്ത് നിൽക്കുമ്പോഴും നമ്മുടെ ഫ്രീക്വൻസി ലെവൽ, വൈബ്രേഷൻ ലെവൽ വളരെ ഹൈ ആയിരിക്കും. ബിക്കോസ് ഓൾറെഡി അതിന് കിട്ടി, ആ ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീക്വൻസി നമുക്ക് ഉയർത്താൻ പറ്റും. സോ സങ്കല്പിക്കുക, അതിന് ഇംഗ്ലീഷാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് സൂചിപ്പിച്ചതുപോലെ സംഗീതം. സോ സംഗീതം, സോങ്സ്, മ്യൂസിക്, ഉയർന്ന വൈബ്രേഷനുള്ള സംഗീതം കേൾക്കുക. സോ ഉയർന്ന വൈബ്രേഷനുള്ള സംഗീതം എന്ന് പറയാൻ ഇന്ന് പലതരത്തിലുള്ള മ്യൂസിക്സ് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഏത് മ്യൂസിക്? ഏത് ടൈപ്പ് മ്യൂസിക്സാ പറയുന്നത്? ഏത് ടൈപ്പ് മ്യൂസിക്സ് ഇപ്പം വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് മ്യൂസിക്സ് ഉണ്ട്? എന്താ? റാപ്പ്. യെസ്, റാപ്പ് മ്യൂസിക്സ്. റാപ്പിന്റെ ബിഹീൻ നടക്കുന്നത് എന്താ അറിയോ? അഫർമേഷൻസ് ആണ്. ഓരോ സെന്റൻസസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റാപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സെന്റൻസസ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അറിയാതെ നെഗറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മളെ സബ് കോൺഷ്യസ്ലി കയറിക്കൊണ്ടിരിക്കുക. അപ്പം റാപ്പ് സെലക്ട് ചെയ്യുമ്പോഴും സൂക്ഷിച്ച് സെലക്ട് ചെയ്യുക. ദാറ്റ്സ് വൺ ഓഫ് മൈ ഹോബി. നിങ്ങൾക്ക് വൈബ്രേഷൻ ഉയർത്തേ വേണം, അതിന്റെ ഹോബി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല.
അപ്പൊ നല്ല ഗുഡ് മ്യൂസിക് സെലക്ട് ചെയ്യുക, ഏത് തരത്തില. അതുപോലെ തന്നെ വിരഹഗാനങ്ങൾ, അതും വൈബ്രേഷൻ ഫ്രീക്വൻസി ലോവറിലേക്ക് കൊണ്ടുപോകുന്നതാണ്. സോ ചൂസ് ചെയ്യുക ഏതാണ് എൻ്റെ ബെറ്റർ, ഏതാണ് എൻ്റെ ഫ്രീക്വൻസി എന്നെ ഉയർത്താൻ വേണ്ടി സഹായിക്കുന്ന ഏത് തരത്തിലുള്ള മ്യൂസിക്സ് ആണെന്ന് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, സൂക്ഷിച്ച് നമ്മൾ എടുക്കുക, എന്നിട്ട് അത് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സോ ഇത്രയാണ് വൈബ്രേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നോക്കേണ്ട പ്രെയർ സോങ്സ്. പ്രെയർ സോങ്സിൽ പോലും കുറെ കാര്യങ്ങൾ ഡിഫറെന്റ് നമ്മൾ ശ്രദ്ധിക്കണം. പല പ്രെയർ സോങ്സിലും, പ്രെയർ മീൻസ് നമ്മൾ പ്രാർത്ഥനാ സോങ്സ്, എന്ത് പ്രാർത്ഥനാ സോങ്സ്, നമ്മളെ ഹിന്ദുവിലായിക്കോട്ടെ, മുസ്ലിംസ് ആയിട്ടോ എനിക്കറിയില്ല, സോറി, ക്രിസ്ത്യൻസിലായിക്കോട്ടെ, ചില സമയത്ത് നമ്മുടെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ചാണ് പറയുന്നത്, പാട്ട് പാടുന്നത്. ഭജൻസ് അല്ല, ഭജൻസ് നല്ലതാണ്, അത് പോസിറ്റീവായിട്ട്. ഡിവോഷണൽ സോങ്സ് വരുമ്പോൾ പലപ്പോഴും നമ്മളെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ പാട്ട് പാടുന്നത്. ഞാൻ പറയണ മനസ്സിലാവുണ്ടോ? സോ ഇനി മുതൽ പാട്ട് ശ്രദ്ധിച്ചാൽ മതിയോ. അപ്പൊ നമ്മൾ പാട്ട് ശ്രദ്ധിക്കാറില്ല. ഒന്നാമത്തെ കാര്യം, പാട്ട് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് തരത്തിലുള്ള ലൈൻസ്, ഏത് തരത്തിലുള്ള ലൈൻസ് ആണ് അതിൽ പറയുന്നത്. അപ്പൊ ആ തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇല്ലായ്മയെ കുറിച്ചുള്ള ലൈൻസ് ആണെങ്കിൽ പാട്ട് ജസ്റ്റ് സ്കിപ്പ് ആവുക, എന്നിട്ട് ഏത് പാട്ടാണോ നമുക്ക് അനുയോജ്യമായുള്ള പാട്ട് അതിലേക്ക് പോവാം. സോ ഞാനിവിടെ ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യനെയോ മുസ്ലിമിനെയോ ആരെയും കളിയാക്കാനോ പരിഹസിക്കാനോ ആ തരത്തിൽ പറയുന്നതല്ല. ഓക്കെ, എല്ലാ പാട്ടിനും അതിൻ്റെ രീതിയിലുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ കളിയാക്കിയെന്നോ അല്ലെങ്കിൽ ഹിന്ദുവിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചെന്നോ മുസ്ലിമിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചെന്നോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അങ്ങനെ അല്ല സംഭവം. പക്ഷെ പലതരത്തിലും പല സോങ്സിന്റെ ലൈൻസും നമ്മൾ അറിയാതെ പലതരത്തിലുള്ള അഫർമേഷൻസ് ആയിട്ട് നമ്മൾ സബ് കോൺഷ്യസിൽ രജിസ്റ്റേർഡ് ആണ്. എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് റിലീജിയൻ ബേസ്ഡ് ഉള്ള സോങ് അല്ല. സി, ഏതൊരു സിനിമയിലെ പാട്ടാണ്, പണവും പ്രതാപവും നമുക്കെന്തിനാ, പുട്ടുണ്ടല്ലോ പുട്ടിൻ കുഴലുണ്ടല്ലോ, നമ്മൾ പാടാറുണ്ട്, വാ വാ പുട്ടേ വാ. സി, പണവും പ്രതാപവും നമുക്കെന്തിനാന്ന്. ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ പാടി, ശരിയാണ്, പണവും പ്രതാപവും നമുക്കെന്തിനാ. പിന്നെയാണ് ഞാൻ സബ് കോൺഷ്യസ്ലി ഇത്, പിന്നീട് സബ് കോൺഷ്യസ് ഒരു തട്ട് വരെയുണ്ട്. നീ രാവിലെ എണീറ്റിട്ട് അഫർമേഷൻ, റിച്ച്, ഗ്രേറ്റ്, എക്സലന്റ്, മണി മാഗ്നറ്റ്. ഉച്ചയ്ക്ക് പാട്ട് പാടുകയാണ്, പണവും പ്രതാപവും നമുക്കെന്തിനാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, അലൈൻമെന്റ് എവിടെ പോയി. അപ്പം ഈ പാട്ട് പാടുന്നത് അഫർമേഷനെക്കാൾ എൻജോയ് ചെയ്ത പാട്ട് പറഞ്ഞത്. അഫർമേഷൻ പറയുന്നത് കോൺഷ്യസ്ലി നമ്മൾ ശ്രദ്ധിച്ച് പറയുന്നു, എൻജോയ്മെന്റ് ഇല്ല. പക്ഷെ പാട്ട് പാടുന്നത് എങ്ങനെയാ, പണവും പ്രതാപവും നമുക്കെന്തിനാ. അപ്പൊ അത് വളരെ വേഗം സബ് കോൺഷ്യസിൽ ആക്സസ് ആവും. കണ്ടോ, നമ്മൾ അറിയാതെ എത്രമാത്രം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയാണോ അല്ലെ കളിയാക്കി ആ തരത്തിൽ പറയണല്ല. എന്താണ് അടുത്ത പാട്ട്, നമ്മുടെ മോഹൻലാലിന്റെ ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ നയാ പൈസ ഇല്ല കയ്യില്, നയാ പൈസ. കണ്ടോ ഏത് തരത്തിലുള്ള അഫർമേഷനാ കൊടുത്തോണ്ടിരിക്കണേ, എന്റെ കയ്യിലൊന്നും ഇല്ല. എന്താ അതുപോലെ കണ്ടോ. കണ്ടോ എത്ര പാടി, ഇതൊക്കെ നമ്മൾ വെറുതെ പാടിക്കൊണ്ട് നടക്കണേ. അപ്പൊ അഫർമേഷൻ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു, മറു സൈഡിലേക്കൂടെ അതിന്റെ ഓപ്പോസിറ്റ് അഫർമേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. സി, എത്രമാത്രം. സാർ, അപ്പൊ അഞ്ജന ശ്രീധരാചാര്യമൂർത്തി കൃഷ്ണനും പ്രയർ പാടാൻ പാടില്ല അല്ലെ? ആതങ്കമെല്ലാം അകറ്റിടാണെന്നൊക്കെ പറയാ. അപ്പൊ ദുഃഖമെല്ലാം അകറ്റിടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, ദുഃഖം എന്ന് പറയണ്ട സം അല്ലെ? ലൈൻസ്, സം ലൈൻസ് നമുക്ക് എല്ലാം അത് പറയാൻ പറ്റില്ല. ബട്ട് ചില ലൈനുകൾ നമുക്ക് ഓപ്പോസിറ്റ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ അത് രണ്ടും മാച്ച് ആവില്ല. അപ്പൊ ഏതാണ് ഏറ്റവും കൂടുതൽ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്ത് ചെയ്യുന്നത്, അതായിരിക്കും അട്രാക്ട് ആവുന്നത്. സോ അപ്പോൾ അതുകൊണ്ട്
വളരെ ശ്രദ്ധിച്ച്. സോങ്സ് ഓപ്പോസിറ്റ് വരുന്ന സോങ്സ് പോസിറ്റീവ് ആയിട്ടുള്ള സോങ്സ് മാത്രം. അപ്പം ഇത്രയാണ് വൈബ്രേഷൻ ബേസ് ചെയ്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊരു 5 മിനിറ്റോട് സമയമുണ്ട്. ഹലോ സർ, പ്ലീസ്. നമസ്കാരം. നമസ്കാരം. സാർ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. പിന്നെ നമ്മളിപ്പോ നമുക്ക് ഇപ്പൊ ഇന്നൊരാൾക്ക് നമ്മൾ കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പൊ ആ ക്യാഷ് കൊടുക്കാനുള്ള സമയത്ത് ഓൾറെഡി നമുക്ക് ആ ക്യാഷിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തത് നമുക്ക് കിട്ടിയില്ല. നമുക്ക് പറഞ്ഞു വെച്ചിരുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയില്ല വിചാരിക്കുക. ആ ഒരു സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലോട്ട് വരിക ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ എന്ത് ചെയ്യേണ്ടത്? ശരിക്കും ഓൾറെഡി നമുക്ക് അപ്പൊ പേടിയും നിരാശയും അല്ലെങ്കിൽ ടെൻഷനും അത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും നമ്മളൊരു സമയത്ത്. അപ്പൊ അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഓൾറെഡി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മൈൻഡിൽ വരില്ലല്ലോ. അപ്പൊ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാ നമ്മള്? എന്താ അപ്പൊ ചെയ്യാന്നുള്ളതും പറഞ്ഞു തരുമോ? മേഡം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ അമ്മമാരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എന്താണ് മൈക്രോ ഫൈനാൻസ് ലോൺസ്. തിങ്കളാഴ്ച മുത്തൂറ്റ്, ചൊവ്വാഴ്ച ഇസാഫ്, വ്യാഴാഴ്ച ലൈക്ക് ഇങ്ങനെ. ഇന്ന് വ്യാഴാഴ്ച, ഇന്ന് ഞാൻ ഇസാഫ് അടച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അടുത്ത ആഴ്ച വ്യാഴാഴ്ച ഇസാഫിന് പൈസ കൊടുക്കണമെന്ന്. ഈ വ്യാഴാഴ്ച മുതൽ ബുധനാഴ്ച രാത്രി വരെ തെണ്ടി തിരിഞ്ഞ് കിടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ബുധനാഴ്ച രാത്രി മുതൽ വെപ്രാളം. അയ്യോ പൈസ അടയ്ക്കണമല്ലോ, നാളെ പൈസ അടയ്ക്കണമല്ലോ. കാര്യമുണ്ടോ? നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അതിനുവേണ്ടി പ്രോപ്പറായിട്ട് ആക്ഷൻ എടുത്തില്ല. ഇവിടെ ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, വളരെ ഷോർട്ടായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വിട്ടിലിൻ്റെയും ഉറുമ്പിൻ്റെയും കഥ അറിയാമല്ലോ. മഴക്കാലത്ത് എന്ത് ചെയ്യും? മഴക്കാലം വരുമെന്ന് മനസ്സിലാക്കി ഉറുമ്പ് എന്ത് ചെയ്യും? ആഹാരം എല്ലാം ശേഖരിച്ച് കഠിനാധ്വാനം ചെയ്ത് അതിൻ്റെ കൂട്ടിലാക്കും. ഈ വിട്ടിൽ എന്ത് ചെയ്യും? വേനൽക്കാലല്ലേ, നീ എന്തിനാണ് ഇപ്പോഴേക്കും അധ്വാനിക്കാൻ? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, നീ ഇപ്പോഴും ആഘോഷിക്ക്, നമുക്ക് മഴയുള്ളപ്പോൾ നമുക്ക് അങ്ങനെ ഫുഡിൻ്റെ കാര്യം നോക്കിയാൽ പോരെ. ഇതേപോലെയാണ് നമ്മുടെ അവസ്ഥയും. മഴക്കാലം വന്നപ്പോൾ എന്ത് ചെയ്തു? വിട്ടിലിന് ആഹാരം കിട്ടാതെ അത് വളരെ അവശനായി. പക്ഷെ ഉറുമ്പ് എന്ത് ചെയ്തു? സുഖലോലഭനായിട്ട് സൂപ്പറായിട്ട് ജീവിച്ചു. ഇതാണ് നമ്മുടെ സെയിം അവസ്ഥ. ആ അവസ്ഥ വരുന്നത് വരെ നമ്മൾ ബോധേഡാവില്ല. അവസ്ഥ വരുമ്പോൾ നമ്മൾ ടെൻഷനാവും. അപ്പൊ നമുക്കറിയായിരുന്നു ഒരു പണം കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു പണത്തിന്റെ ആവശ്യം നമുക്കുണ്ട്, നമുക്കറിയാം. എന്തുകൊണ്ട് നമുക്ക് നേരത്തെ മാനസികമായിട്ട് ശാരീരികമായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ആയില്ല നമ്മൾ? അപ്പൊ ലാക്ക് ഓഫ് ആക്ഷൻ. പ്രോപ്പറായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറായില്ല. അപ്പൊ അതിന്റെ ആരാ പ്രോബ്ലം? നമ്മൾ തന്നെയാണ്. അപ്പൊ അവിടെ പ്രോപ്പറായിട്ട് ലാക്ക് ഓഫ് ആക്ഷൻ വരാനുള്ള കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഇല്ല. നിങ്ങൾ എല്ലാവരും രാവിലെ എണീറ്റിട്ട് ഇന്ന് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കും. അങ്ങനെ 2 മണിക്കൂർ കളയും. ഇന്ന് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണത് ഇന്ന് രാവിലെ നേരം വെളുത്തിട്ടാ. എന്തുകൊണ്ട് രാത്രി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങൾക്ക് ഡേ സ്റ്റാർട്ട് ചെയ്തുകൂടാ? അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് നിങ്ങളുടെ പ്ലാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്നില്ല? അയ്യോ, ഞാൻ സാധാരണക്കാരനാണ്, എനിക്ക് എന്തിനാണ് സാറാ പ്ലാൻ? രാവിലെ എണീക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നു, കുറെ നേരം TV കാണുന്നു, മുറ്റം അടിക്കുന്നു, പാത്രം കഴിയുന്നു, എനിക്കെന്ത് പ്ലാനിങ് ആണെന്ന്? അതിനൊരു പ്ലാനിങ് വേണ്ടേ? സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നു, എല്ലാവർക്കും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും മനസ്സിലാക്കുക, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചത്തേക്കുള്ള പ്ലാൻ എങ്കിലും നിങ്ങൾ തയ്യാറാക്കണം. അതിൻ്റെ ഇടയിൽ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫൈൻ, അത് വന്നോട്ടെ, അത് വരും, അതപ്പം നമുക്ക് നോക്കിയാൽ പോരെ. പക്ഷെ നിങ്ങൾക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഡിസിപ്ലിൻ, അച്ചടക്കം ഇല്ലാതെ നിങ്ങളുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്നിട്ട് വിജയിച്ചില്ല, രക്ഷപ്പെട്ടില്ല, അത് പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ല, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ദരിദ്രനായതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ബിൽഗേറ്റ്സ് എന്താ പറഞ്ഞിട്ടുള്ളത്? ജനിച്ചത് ദരിദ്രനായിട്ടാണെങ്കിൽ നമ്മുടെ കുഴപ്പമില്ല, പക്ഷെ മരിക്കുന്നത് ദരിദ്രനായിട്ടാണെങ്കിൽ നമ്മുടെ മാത്രം കുഴപ്പമാണ്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് പ്രോപ്പറായിട്ട് പ്ലാനോടുകൂടി ഇറങ്ങി നിന്നാൽ, അതാണ് നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുള്ളത്, നിന്റെ ആഗ്രഹം അതിതീവ്രത ഉള്ളതാണെങ്കിൽ പ്രപഞ്ചം വരെ അതിനുവേണ്ടി ഗൂഢാലോചന ചെയ്യുന്നത് ചുമ്മാ പറഞ്ഞതല്ല.
ഇത് പ്ലാനും ഇല്ല, ലക്ഷ്യവും ഇല്ല, ബോധവും ഇല്ല ഒരു അവസ്ഥയിലാണെങ്കിലോ ആർക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റും? ആർക്കും പറ്റില്ല. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ പണത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ മാഡം, അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏത് തലങ്ങളിലെ കാര്യങ്ങളായിക്കോട്ടെ, പ്രോപ്പറായിട്ട് പ്ലാനിങ്ങും വിഷനോടുകൂടി ഇറങ്ങിയാൽ, പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങും വിഷനോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മാറ്റം നമ്മുടെ രാജ്യത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? തൃശ്ശൂരില് ഒരു പാലം നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം, ഞാൻ മറന്നു, കുതിരാൻ പാലോ സംതിങ്, കുതിരാൻ ഗുഹെ, എന്താണ് കുതിരാൻ പറയുന്നത്? പാലം, കുതിരാൻ പാലം, ഒരു പാലം, മരത്തിനെ തുരങ്കം. മരമല്ല, ഒരു മലയെ വലിയൊരു തുരങ്കം ഉണ്ടാക്കി നമ്മൾ അപ്പുറത്ത് കടന്നു. പ്രോപ്പർ പ്ലാനിങ് ഉള്ളതുകൊണ്ടാ, പ്രോപ്പർ വിഷൻ ഉള്ളതുകൊണ്ടാ. ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? ഇപ്പോഴും കുഴിച്ചുകൊണ്ടിരുന്നേനെ. ഒരിക്കലും അതിന്റെ അറ്റകുത്തത്തില്ല, ഈ പണിയും തീരത്തില്ല. സോ അപ്പൊ അതുകൊണ്ട് ലൈഫിൽ പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് തയ്യാറാക്കുക. എവറി വീക്ക്, എല്ലാ ആഴ്ചയും എനിക്ക് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ഉണ്ടെന്ന് നിങ്ങൾ സ്വയം തയ്യാറാക്കുക. എവറി മന്ത് ഒരു മാസത്തേക്കുള്ള പ്ലാനിങ് ഞാൻ പക്ക അടിച്ച്. ഇനി ഇടയിൽ വരുന്ന എന്താണോ അൺഎക്സ്പെക്ടഡ്, ഹൗ ടു വെൽക്കം ഇറ്റ്, അത് എനിക്ക് വെൽക്കം ചെയ്തേ പറ്റുള്ളൂ. അത് മീൻസ് അതിൽ ഞാൻ പേടിച്ചോടേണ്ട ആവശ്യമൊന്നും വരില്ല. ഓക്കെ, മാഡത്തിന് കുറച്ച് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ മാഡം ആഗ്രഹിച്ച തരത്തിലുള്ള ആൻസർ ഞാൻ തന്നിട്ടില്ല എന്ന് എനിക്കറിയാം. ഓക്കെ ഓക്കെ, അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി, നമുക്കിപ്പോ ക്യാഷ് ഓൾറെഡി ഉണ്ട്. അത് എനിക്ക് കിട്ടാനുള്ള ക്യാഷ് ഓൾറെഡി അന്ന് വരും. നമ്മളത് ഫിക്സ് ചെയ്ത് നമുക്ക് ചെക്കൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഓൾറെഡി അത് വന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ട പേയ്മെന്റ് ഡിലേ ആവും. ആ ഒരു സമയത്ത് ആ ടെൻഷനാണ് ഞാൻ. അത് ഓവർകം ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റുന്നില്ല. ഓക്കെ, അതെന്ത് ചെയ്യണമെന്ന് അതാണ് വെച്ചാൽ, അതെന്ത് ചെയ്യുന്ന ചോദിച്ചാൽ, വി ഹാവ് ടു അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ്. അത് ബോധപൂർവം ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. അതാണ് പ്രോബ്ലം. അവിടെ അപ്പൊ അതെ, അതാണ് ബോധതലങ്ങൾ. അപ്പൊ ആ ബോധതലങ്ങളിലേക്ക് നമ്മൾ വരണമെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ലിവ് ഇൻ ദ പ്രസന്റ്. അയ്യോ എനിക്ക് അടക്കാൻ പറ്റില്ലേ, അയ്യോ എനിക്ക് അടക്കാൻ പറ്റൂലേ, പാസ്റ്റിലും അല്ല ഫ്യൂച്ചറിലും അല്ല, ലിവ് ഇൻ ദ പ്രസന്റ്, ഈ നിമിഷം. ഓക്കെ, ക്യാഷ് കിട്ടിയില്ല, ക്യാഷ് വന്നില്ല, അത് പെട്ടെന്ന് സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ത്രൂ ഔട്ട് പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ, ലിവ് ഇൻ ദ പ്രസന്റിലെ ഓരോ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പൊ ലൈഫിൽ മാറ്റം ഉണ്ടാവും, പതുക്കെ പതുക്കെ പതുക്കെ. അക്സെപ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് തോട്ട്സ് അല്ല, പ്ലീസ്. അക്സെപ്റ്റൻസ് അത് ട്രൂത്ത് ആണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അക്സെപ്റ്റൻസ് എന്നുള്ള ട്രൂത്ത് ആണ്. നിലവിൽ നിന്ന് സംഭവിച്ചു. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് 9 മണിക്ക് സെഷൻ ഉണ്ട്. ഇപ്പൊ എന്റെ ഈ സെഷൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് പകുതി വെച്ച് നിർത്തി പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. 9 മണിക്കുള്ള സെഷൻ എനിക്ക് ഇന്ന് എടുക്കാൻ പറ്റില്ല, അത് ചിലപ്പോൾ 9:05, 9:10 ആവും. ഐ ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. ദാറ്റ്സ് എ ട്രൂത്ത്. അത് സത്യമാണ്. ഹലോ, അയ്യോ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, ദൈവമേ ഇവർ നിർത്തുന്നില്ലല്ലോ, ക്വസ്റ്റ്യൻ ചോദിച്ച് നിർത്തണമില്ലല്ലോ, ഇതെന്താ എന്നെ വിടില്ലേ? ടെൻഷൻ ആയാലോ, പാനിക് ആയാലോ? അപ്പൊ ഇതും ഫിനിഷ് ആവില്ല. ഞാൻ അപ്പുറത്തെ സെഷനിലേക്ക് പോകുമ്പോൾ എനിക്ക് ഇതിന്റെ കുറ്റബോധമുള്ളിൽ, ഷോ ആ സെഷൻ പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാനും പറ്റിയില്ല, അവർ ഹാപ്പി ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നപ്പം ശ്രദ്ധ മൊത്തം പ്രസന്റ് മൂവിന് മാറി, ഞാൻ വേറെ എന്തോ ആലോചിച്ചിരിക്കുന്നു, എനിക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം സ്റ്റുഡൻസ് ചോദിക്കും, സാർ എന്താ നേരെ പ്രോപ്പറായിട്ട് ക്ലാസ് എടുക്കുന്നില്ല, സാറിന് എന്തെങ്കിലും പറ്റുമോ, ഓക്കെ ആണോ സാർ? അല്ല ഞാൻ ഓക്കെ. കണ്ടോ, വീണ്ടും വൈബ്രേഷൻ ആംപ്ലിഫൈ ചെയ്യുന്നു. എത്ര പേർക്കാ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് 50 രൂപ 50 പേർക്കും ഒരുപോലെ റിഫ്ലക്ട് ചെയ്യും, ഇങ്ങനെ എന്താണെന്ന് ക്ലാസ്സിൽ വേറെ കണ്ടോ. അപ്പം വി ഹാവ് ടു അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ്. അതൊരു ട്രൂത്ത് ആണ്, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അക്സെപ്റ്റൻസ് വരാത്ത വണ്ണമാണ് നമുക്ക് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്രീകുമാർ എന്ന വ്യക്തി ഇന്നതാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ഡിസ്റ്റർബ് ഇടാം. വന്നു തലവേദന കേസ്. ബിക്കോസ് നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാണ് ഇന്ന് കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ക്ലാസ് അനൗൺസ് ചെയ്യുമ്പം ഇന്നൊരു ക്ലാസ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും വരണമെന്ന് കൊടുക്കുന്നു. അവന്റെ ഒരു ക്ലാസ്, വേറെ ജോലിയില്ല. സോ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നെ നിങ്ങൾക്ക് പൂർണ്ണമായി എന്നെ സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ. ബട്ട് എപ്പോഴാണ് നിങ്ങൾ എന്നെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്, പൂർണ്ണമായിട്ട് നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നത്, അന്ന് വരെ നിങ്ങൾ കേട്ടോണ്ടിരിക്കും, നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ലൈഫിൽ എല്ലാ ഭാഗത്തും അങ്ങനെയാണ് അല്ലേ? ഇപ്പം ശ്രീകുമാർ എനിക്ക് വളരെ ഇഷ്ടമാണ്. ശ്രീകുമാർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ജോലി കഴിഞ്ഞ് വന്നു, വൈഫ് നല്ല സൂപ്പർ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടു, എങ്ങനെയാ പുട്ടും കടലയും. ശ്രീകുമാറാണ് പുട്ടും കടലയും ഇഷ്ടമില്ല. നിന്റെ കടലക്കറി ഒന്ന് പോയടുത്തോണ്ട്, അവിടെ കടലക്കറി ദൂരെ എറിഞ്ഞാൽ അന്ന് പട്ടിണി കിടക്കേണ്ടി വരും പുള്ളി. ഓക്കെ, കടലക്കറി അല്ലേ, ഫൈൻ, നല്ല വിശപ്പുണ്ട്, ഓക്കെ നീ കുറച്ച് കഴിക്കുന്നു,
വയറ് വീക്കു. ഓക്കെ അല്ലേ? അക്സെപ്റ്റ് ഇറ്റ്. അതർവൈസ് അവിടെ വലിയ പ്രശ്നം ഉണ്ടാവും. അവസാനം പട്ടിണിയാവും, വഴക്കുണ്ടാവും, ബഹളം വെക്കും, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇത്ര ബ്യൂട്ടിഫുൾ അല്ലേ അക്സെപ്റ്റൻസ് വരുന്നത്? പക്ഷെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ നമുക്ക് എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് ഇന്ന് ഇന്ന ഒരു രോഗമുണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അക്സെപ്റ്റ് ചെയ്യാതെ ഞാൻ എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, എനിക്ക് ഇന്ന് ഇപ്പൊ തലവേദനയുണ്ട്. സോ വാട്ട് ഹാവ് ടു ഡു? തലവേദനയ്ക്ക് എന്താ ചെയ്യുന്നത്? ഇപ്പം മാരകമായിട്ടുള്ള തലവേദന ആണെങ്കിൽ ഹാവ് ടു സീ ദ ഡോക്ടർ. ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല തലവേദനയാണ്, എനിക്കറിയില്ല എന്താണ്. അപ്പൊ ഡോക്ടർ പറയും വി ഹാവ് ടു ചെക്ക് അവർ ബ്ലഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ബോഡി ഫുള്ളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം, കാര്യങ്ങൾ നോക്കാം. ഓക്കെ മാഡം, ബോഡിയിൽ വല്ല പ്രത്യേകിച്ചൊന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നോർമലാണ്. അപ്പൊ ഡോക്ടർ ചോദിക്കും മാഡം എന്തെങ്കിലും ടെൻഷനുണ്ടോ? അതെ ടെൻഷനാണ്. എന്താ ടെൻഷൻ? അടുത്ത ആഴ്ച എനിക്കൊരു 5 ലക്ഷം ഒരാൾക്ക് കൊടുക്കാനുണ്ട്, അതിന്റെ വേദനയായിരുന്നു ഈ തലവേദന. അടുത്ത ആഴ്ച കൊടുക്കേണ്ടതാ. അതിന് കൊടുക്കാൻ പറ്റൂ ഇല്ലേ എന്നുള്ള ആലോചനയിലല്ല നമുക്ക് നടക്കേണ്ടത്. എങ്ങനെ കൊടുക്കും? സൊല്യൂഷൻ എന്താണ്? ഞാൻ ആരോട് ചോദിക്കണം? എങ്ങനെയൊക്കെ ഈ 5 ലക്ഷം എനിക്ക് ഒപ്പിക്കാൻ പറ്റും? ഒരാളുടെ 1 ലക്ഷം വെച്ച് ചോദിച്ചാൽ 5 പേര് മതി 5 ലക്ഷം. 10 പേര് എനിക്കുണ്ട്, നല്ല തിക് ഫ്രണ്ട്സ് ആണ്, 50,000 വെച്ച് വാങ്ങിച്ചാൽ 5 ലക്ഷമായി. ഇനി അങ്ങനെയല്ല, ഒരു ലോൺ എടുക്കാൻ പറ്റൂ. സോ എന്താണ് പോസിബിലിറ്റീസ് ഉള്ളത്? കണ്ടു, ലുക്കിംഗ് ഫോർവേഡ് സൊല്യൂഷൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രോബ്ലം ഫേസ് ചെയ്ത് തലവേദന എടുത്ത് തലകറങ്ങി വീഴുക എന്നതല്ല. അവിടെ ആ പ്രോബ്ലം അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെ വിടില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു സർ. ചോദിച്ചോട്ടെ? പ്ലീസ്. സാർ, നമ്മളിപ്പോ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പക്ഷെ അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈവൻ യൂട്യൂബ് ഏതെങ്കിലും സോഷ്യൽ മീഡിയക്ക് എടുക്കുമ്പോൾ കറക്റ്റ് അത് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടാവും. ഈവൻ നമുക്കത് സെർച്ച് ചെയ്യേണ്ട കാര്യം പോലും ഉണ്ടാവാറില്ല. അപ്പോ അതുമല്ല, ഇപ്പൊ ഏഞ്ചൽ നമ്പേഴ്സിന്റെ ഒക്കെ കാര്യം പറയാറില്ലേ സാറ്? അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും പിന്നെ സാറ് പറഞ്ഞ അന്ന് ഹോപ്പനൊപ്പന ചെയ്യണ കാര്യം പറഞ്ഞിരുന്നു. ഞാനത് ശരിക്കും ജനുവരി മുതലാണ് സ്റ്റാർട്ട് ചെയ്തേ. അപ്പോ സാറല്ലേ പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾക്ക് അത് എങ്ങനെ വരുന്നു അതിനെ കുറിച്ച് ബോധേഡാവണ്ട, ആ ഒരു വിശ്വാസം അതാണ് കീപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ അത് ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നേന്നുള്ളത്. പക്ഷെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ശരിക്കും ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് താഴെ കിടന്നൊരു 50 രൂപ കിട്ടി. ഈ ഒരു എമൗണ്ട് ഇത്ര കിട്ടിയപ്പോ തന്നെ ആ ഒരു സൈൻ എനിക്ക് തന്നൊരു ഇത് ഭയങ്കര ഒരു ഇതായിരുന്നു. അതെങ്ങനെ പറയുന്നത് എനിക്കറിയാൻ പറ്റില്ല. അതെ അതെ, ബിലീഫ്, ആ ഒരു വിശ്വാസം വന്നത് അത് ആ ഒരു സംഭവത്തിന് ശേഷമാണ് അത് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു അത്രയും വിശ്വാസത്തോട് ചെയ്തപ്പോ അതിന് ആ ഒരു കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലെ, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറഞ്ഞ പോപ്പപ്പ് മെസ്സേജ് നിങ്ങൾ വായിക്കും. കാരണം വെച്ച് കഴിഞ്ഞാല് അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സംസാരിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്ത് അതിന് റിലേറ്റഡ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് നോക്കണ്ട. പിന്നെ യൂട്യൂബിന് ഒരു അൽഗൃതം ഉണ്ട്. അൽഗൃതം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്താണോ ചെക്ക് ചെയ്യുന്ന അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ പോപ്പപ്പ് ചെയ്തോണ്ടിരിക്കും. അതിലൊന്നും ഫോക്കസ് ചെയ്യണ്ട. ബട്ട് അതും ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള സൈൻ ആണ്, കോൺഷ്യസ് ആണ്. കുഴപ്പമില്ല. ഓക്കെ, സോ ഹോപ്പ്ഫുൾ എല്ലാവരും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം.